ആണത് എല്ലാ സൈഡും ഇവിടെ ഈക്വൽ ആണ്. ലെറ്റ് ഇറ്റ് ബി എ. ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ ക്യൂ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഫൈൻഡ് the flux through the cube. ഈ ക്യൂബിൽ കൂടെയുള്ള ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ചാർജ് ക്യൂബിൻ്റെ ഒരു ഫേസിലിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദ ചാർജ് ഇസ് നോട്ട് എൻക്ലോസ്. നമുക്ക് ചാർജ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യേണ്ടി വരും. ചാർജ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇതേപോലെ സിമെട്രിക്കലായിട്ടൊരു ക്യൂബ് വെച്ച് ഇവനെ അങ്ങ് ക്ലോസ് ചെയ്യാം. നോക്കാം. സോ ഇതേപോലൊരു ക്യൂബ് വെച്ച് ഞാൻ ഇവനെ അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചാർജ് എൻക്ലോസ്ഡ് ആയി. ഇനി ഇത് മുഴുവനുമാണ് നമ്മുടെ സർഫസ്. ഇത് കംപ്ലീറ്റ് നമ്മുടെ സർഫസ് ആണ്. എന്താ ഫോർമുല? Q/ε0. അത് എത്ര ക്യൂബ് വഴിയാണ് പാസ് ചെയ്യുന്നത്? 2 ക്യൂബ് വഴി. നമുക്ക് 1 ക്യൂബ് വഴിയല്ലേ ചോദിച്ചിട്ടുള്ളൂ. സോ വാട്ട് ഇസ് ആൻസർ? Q/2ε0. സോ ഫസ്റ്റ് എൻക്ലോസ് ദ ചാർജ്, then take the entire cube, which means the combination of 2 cube. Answer is Q/ε0. That is splitted among 2 cubes. So answer is Q/2ε0. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതേ കണ്ടീഷൻ തന്നെയാണ്. നോക്കിക്കോളുക. ഒരു ക്യൂബ്, ഈ ക്യൂബിൻ്റെ കോർണറിൽ ഒരു ക്യൂബ് വെച്ചു. ഈ ക്യൂബിൻ്റെ കോർണറിൽ നമ്മളൊരു ചാർജ് വെച്ചിട്ടുണ്ട്. ക്യൂബിൻ്റെ കോർണറിലാണ് ചാർജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എൻക്ലോസ് ചെയ്യണം അല്ലേ? ഇതിനെന്ത് ചെയ്യണം? എൻക്ലോസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിക്കുന്നത് എങ്ങനെ എൻക്ലോസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഒരു ക്യൂബുണ്ട്. ഈ ക്യൂബിൻ്റെ ഒരു കോർണറിലാണ് ഇതിരിക്കുന്നത്. നമ്മൾ അവനെ എന്ത് ചെയ്യണം? എൻക്ലോസ് ചെയ്യണം. എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാം. ഒരു ക്യൂബ് ഇവിടെ വെച്ചു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 2 ക്യൂബാണ്. ഇനി ഇതിൻ്റെ പുറകിൽ 2 ക്യൂബുണ്ട്. അപ്പോൾ എത്രയായി? 4 ക്യൂബ്. അപ്പോൾ ഇത് എത്രയായി? 4 ക്യൂബാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഒരു ക്യൂബ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു ക്യൂബ് വെച്ചു, 2. സോ ഇങ്ങനൊരു ക്യൂബ്, ഇങ്ങനൊരു ക്യൂബ്, മൊത്തം 2 ക്യൂബ്. ഇനി എൻ്റെ ബാക്കിൽ, ഇതിന് നേരെ ബാക്കിൽ 2 ഉണ്ട്. എന്നിട്ട് എന്താ ചെയ്തത്? വീണ്ടും 2 മോളി വെച്ചു. വീണ്ടും 2 എടുത്ത് മോളി വെച്ചു. മൊത്തം എത്രയായി? 8 ക്യൂബായി. സോ ക്യൂബ് 1, ക്യൂബ് 2, ക്യൂബ് 3, ക്യൂബ് 4, ക്യൂബ് 5, ക്യൂബ് 6, ക്യൂബ് 7, ക്യൂബ് 8. മൊത്തം 8 ക്യൂബ്. എന്നാൽ മാത്രമേ ഈ ചാർജ് എൻക്ലോസ്ഡ് ആവുള്ളൂ. സോ നോക്കുക, ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഓക്കെ. ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറൊരു ക്യൂബ് ഇവിടെ വെച്ചു. അപ്പോഴും ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ ഹാഫ് ക്ലോസ് ആവണമെങ്കിൽ, ഈ ചാർജിന് ഹാഫ് ക്ലോസ് ആവണമെങ്കിൽ ബാക്കിൽ 2 ക്യൂബ് വയ്ക്കണം. സോ ക്യൂബ് 1, ക്യൂബ് 2. ഇനി എൻ്റെ ബാക്കിൽ ക്യൂബ് 3, ക്യൂബ് 4. അതേ ലെയർ മുകളിലേക്ക് മൊത്തം എത്ര? 8 ക്യൂബ്സ് ആർ റിക്വയർഡ്. ഇത് ആക്ച്വലി 4 ക്യൂബ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ എത്ര ഉണ്ട്? 4 ക്യൂബ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മൊത്തം 8 ക്യൂബിൽ കൂടെയാണ് ഇത് പോകുന്നത്. സോ ദ ആൻസർ ഈസ് Q/ε0 will be passing through the entire 8 cubes. So 1 ക്യൂബിൽ കൂടെ പോകുന്നത് എത്രയായിരിക്കും? Q/8ε0. 1 ക്യൂബിൽ കൂടെ പോകുന്നത് എത്രയാണ്? Q/8ε0. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടെ ക്യൂബിൻ്റെ ഡിഫൈൻ ചെയ്യാം. ഒരു ക്യൂബ്, അതിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് ഇരുന്നാൽ ദ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഈസ് Q/ε0. ഒരു ക്യൂബ്, ആ ക്യൂബിൻ്റെ ഫേസിലാണ് ഒരു ചാർജ് ഇരിക്കുന്നതെങ്കിൽ ആ ചാർജിനെ എൻക്ലോസ് ചെയ്യാൻ ഒരു ക്യൂബ് കൂടെ അഡ്ജസ്റ്റൻ്റ് വെച്ചാൽ മതി. അപ്പോൾ ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ദ ക്യൂബ് ഈസ് Q/2ε0. ഇനി ക്യൂബിൻ്റെ കോർണറിലാണ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ ആ ചാർജിനെ എൻക്ലോസ് ചെയ്യാൻ ആദ്യം തന്നെ 3 ക്യൂബ് വെച്ച് ഒരു ലെയർ ഫില്ല് ചെയ്യുക. അപ്പോൾ മൊത്തം 4 ക്യൂബായി. അതിന് മുകളിൽ അടുത്ത 4 ക്യൂബ് വയ്ക്കുക. അപ്പോൾ മൊത്തം 8 ക്യൂബായി. 8 ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രമേ ഫില്ലിംഗ് നടക്കുകയുള്ളൂ. സോ Q/8ε0 ഈസ് എ ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ദ ക്യൂബ്. ഓക്കെ. നമുക്കിനി ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോകാം.
ഇവിടെ നോക്കുക, ഇതൊരു കോണ്. ഓക്കെ, ആ കോണിൻ്റെ അപ്പെക്സിലൊരു ചാർജ് ക്യൂ വെച്ചിട്ടുണ്ട്. ആ കോണിൻ്റെ സെമി വെർട്ടെക്സ് ആംഗിളാണ് തീറ്റ. ഓക്കെ, സെമി വെർട്ടെക്സ് ആംഗിൾ തീറ്റയാണ്. കോണിൻ്റെ ആംഗിൾ 2 തീറ്റ ആൻഡ് സെമി വെർട്ടെക്സ് ആംഗിൾ ഇസ് തീറ്റ. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു, ഈ ക്യൂവിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ്. ഓക്കെ, സോ ഇങ്ങനെ റേഡിയലി പുറത്തേക്ക് നമുക്ക് ഫ്ലക്സ് പാസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷനിൽ കൂടെ മാത്രമുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമില്ല. സോ മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ്റെ ആവശ്യമില്ല. ഒരു IIT ലെവലിലേക്ക് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ ബേസ്, കോണിൻ്റെ ബേസിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ്. ഓക്കെ, കോണിൻ്റെ ബേസിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ബേസ് ഓഫ് ദ കോൺ Q by 2 epsilon 0 into 1 minus cos theta. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. കോണിൻ്റെ അപ്പെക്സിൽ ഒരു ചാർജ് വെച്ചാൽ കോണിൻ്റെ ബേസിൽ കൂടെ പോകുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ ഇതാണ്. Q by 2 epsilon 0 into 1 minus cos theta. മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഫോർമുല ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ പറയുന്നത്. ഇനി നമ്മൾ ഓരോ ആപ്ലിക്കേഷനും പറയുകയാണ്. അതായത് നമ്മൾ പണ്ട് പഠിച്ച ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ്, ഇൻഫൈനൈറ്റ് കണ്ടക്റ്റിംഗ് ഷീറ്റ്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതെടുത്ത് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഈ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് മനസ്സിൽ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. നമ്മുടെ ആദ്യം ഞാൻ പറയുന്നത് ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ്. ഈ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഫൈനൈറ്റ് ലൈൻ ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഈ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഇനി ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, ചാർജ് പോയിൻ്റ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട സിമ്മട്രി റേഡിയലാണ്. ഇവിടെ ചാർജ് പോയിൻ്റ് ചാർജ് ആണോ? അല്ല. ഇവിടുത്തെ ചാർജ് എന്താണ്? ലൈൻ ചാർജ് ആണ്. ലൈൻ ചാർജ് ആകുമ്പോൾ ആ ലൈൻ ചാർജ് ഷുഡ് ബി ആക്സിസ് ഓഫ് എ സിലിണ്ടർ. എന്നാലേ അത് സിമ്മട്രി ആയിട്ട് എക്സിബിറ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനെ സിമ്മട്രി ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദിസ് ലൈൻ ചാർജ് ഷുഡ് ആക്ട് ആസ് എ axis of this cylinder. So what is the Gaussian surface? Gaussian surface is cylinder. So the Gaussian surface is a cylinder. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഗോസിയൻ സർഫസ് സിലിണ്ടർ ആണ്, ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നെറ്റ് ഫ്ലക്സ് ആണ്. എന്താണ്? നെറ്റ് ഫ്ലക്സ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സർഫസുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് എന്ത് സർഫസാണ്? കർവ്ഡ് സർഫസ്. അതാണ് ഈ ചുറ്റുമുള്ളത്, ഒരു സിലിണ്ടറിന് ചുറ്റുമുള്ളത് കർവ്ഡ് സർഫസ്. രണ്ടാമത്തത് സർക്കുലാർ സർഫസ് ആണ്. സർക്കുലാർ സർഫസ്. സോ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് ഈസ് ഫ്ലക്സ്ഡ് ത്രൂ curved surface plus fluxed through circular surface. ഇതാണ് നെറ്റ് ഫ്ലക്സ്. സർക്കുലർ സർഫസിൻ്റെ ഫ്ലക്സ് 0 ആണ്. കാരണം ഇതാണല്ലോ സർക്കുലർ സർഫസ്. ഇതിൻ്റെ ഏരിയ വെക്ടർ എങ്ങനെ? ഇതല്ലേ സർക്കിൾ. ഏരിയ വെക്ടർ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. സോ ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. And electric field in a direction ingane. So what is the angle between electric field and area vector? 90. So E dot A, E cos 90, the answer is 0. E A cos 90, the answer is 0. So this term becomes 0. So there is no flux through which surface? Circular surface. Now we have to calculate the flux through which surface?
the cylindrical surface. Flux through the cylindrical surface. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഫ്ലക്സ് ത്രൂ സർക്കുലർ സർഫസ് ഇവിടെ എന്താണ്? 0. ഓക്കെ. സോ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് is equal to Q by epsilon 0 ആണ് ഫോർമുല. ആണല്ലോ? നെറ്റ് ഫ്ലക്സ് ഇവിടെ ഏത് ഫ്ലക്സ് മാത്രം എടുത്താൽ മതി? സിലിണ്ടറിൽ കൂടെ പോകുന്ന സർഫസ് അല്ലേ? കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്? DA. സോ E ഡോട്ട് DA. പക്ഷെ അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. ഇതൊരു ചെറിയ സർഫസിലുള്ള മാത്രമാണ്. സോ ഫൈ നെറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E ഡോട്ട് DA is equal to Q by epsilon 0. സർക്കുലർ സർഫസ് ഉണ്ട്, കർവ്ഡും ഉണ്ട്. കർവ്ഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഫൈനറ്റ് ഇസ് ഈക്വൽ ടു Q by epsilon 0. E ഡോട്ട് DAയുടെ ഇൻ്റഗ്രൽ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഈ ലൈൻ ചാർജിൽ നിന്ന് നിങ്ങൾ ഏത് പോയിന്റ് സിലിണ്ടറിൻ്റെ സർഫസ് എടുത്താലും, ഇതാണല്ലോ ആക്സിസ്, സിലിണ്ടർ ഇതല്ലേ, എവിടെ എടുത്താലും ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആണ്. സിലിണ്ടർ ഫീൽഡ് ഇസ് എ കോൺസ്റ്റന്റ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ DA. വാട്ട് ഈസ് DA? ഇന്റഗ്രൽ DA ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ DA ഇസ് ഈക്വൽ ടു Q by epsilon 0. Q by epsilon 0. ഓക്കെ. സോ വാട്ട് ഈസ് DA? Integral DA is area of this what? Area of the cylindrical surface. Area of the cylindrical surface is 2 pi. Radius of the surface is R. Length is L. So E into 2 pi RL is equal to what? Q by epsilon 0. E into 2 pi RL is equal to Q by epsilon 0. അപ്പോൾ Q എന്താണെന്ന് മനസ്സിലാക്കണം. Q എന്താണ്? ചാർജ് ആണ്. ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ ഗോസിയൻ സർഫസ് ആണ്. മറന്നുപോകരുത്, ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ ഗോസിയൻ സർഫസ്. അതല്ലാണ്ട് ചാർജ് എൻറ്റയർ ചാർജ് അല്ല. എൻറ്റയർ ചാർജ് മീൻസ് ഈ ലൈൻ ചാർജിന്റെ ചാർജ് ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ചാർജ് ഇൻ ദ ഗോസിയൻ സർഫസ് മാത്രം മതി. ഗോസിയൻ സർഫസിനുള്ളിലെ ചാർജ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ലെങ്ത് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻഫൈനൈറ്റ് ലൈൻ ചാർജിന്റെ ഒരു ചെറിയ ലെങ്ത് മാത്രം മതി. ദാറ്റ് ലെങ്ത് ഈസ് L. സോ Q enclosed is equal to lambda into L. Lambda is linear charge density. So what is Q enclosed? Lambda into L. So E into 2 pi RL is equal to Q is lambda L by epsilon 0. So L cancel out. This implies E is equal to lambda by 2 pi epsilon 0 or lambda by 2 pi epsilon 0 or. ഇതാണ് ഇവിടെ എഴുതുന്ന ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? രണ്ട് സർഫസ്, സർക്കുലറിൽ പോകുന്നത് 0, പിന്നെ ഏതാണ്? കർവ്ഡ് സർഫസ്. ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ Q സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഏത് Q എടുക്കരുത്? ടോട്ടൽ ചാർജ് എടുക്കരുത്. ഗോസിയൻ സർഫസിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ചാർജ്, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഗോസിയൻ സിലിണ്ടർ. സോ ദ ഫൈനൽ ആൻസർ ഈസ് ലാംഡ ബൈ 2 pi epsilon 0 R. ഓക്കെ. നമ്മളിനി പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. നമ്മൾ പഠിച്ച സംഭവമാണ്. ഇൻഫൈനൈറ്റ് നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റാണ്. ഇൻഫൈനൈറ്റ് നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റിൽ ഗോസസ് ലോ അപ്ലൈ ആണ്. ഇപ്പോൾ കണ്ടല്ലോ, ഒരു ഷീറ്റാണ്, ഒരു സൈഡ് മുഴുവൻ പോസിറ്റീവ്ലി ചാർജ് ഷീറ്റാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിലിണ്ടർ എടുത്തിട്ട് നേരെ ഇതിനെ പിയേഴ്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, സിലിണ്ടറിൻ്റെ ഒരു പോർഷൻ അകത്തും ഒരു പോർഷൻ അപ്പുറത്തെ സൈഡിലുമാണ്. ഇതെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഷീറ്റ്, സിലിണ്ടർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് സിലിണ്ടറിൻ്റെ കർവ്ഡ് പോർഷനാണ്. ആ കർവ്ഡ് പോർഷൻ്റെ ഏരിയ വെക്ടർ എപ്പോഴും പുറത്തേക്കായിരിക്കും. വെക്ടർ A. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. സോ ആംഗിൾ ഈസ് 90. സോ ദർ ഇസ് നോ ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ്, നോ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടറിക്കൽ സർഫസ്. So there can be only flux through the circular portion. Circular portion നോക്കിയാൽ area vector is drawn outward. So this is vector A. This is electric field. അങ്ങനെ എത്ര സർക്കുലർ സർഫസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ദാ ഇവിടെയുണ്ട്. This is also vector A. So total flux
What is total flux? E dot A into 2. E dot A, E dot A. What is the angle between E and A? It's 0 degree. So E dot A becomes EA. So answer is 2 EA. What is phi net? Q by epsilon 0. Q by epsilon 0. What is Q? Charge enclosed within the surface. Charge enclosed within the surface. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഷീറ്റ്. ഈ ഷീറ്റിൽ ഇങ്ങനെയാണ് സിലിണ്ടർ കയറിയിരിക്കുന്നത്. സോ സിലിണ്ടർ ഇങ്ങനെ വെക്കുമ്പോൾ ഈ സിലിണ്ടറിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചാർജ് മീൻസ് ഈ സിലിണ്ടർ ഇവിടെ പതിയുന്ന ഏരിയ മാത്രമേ ഉള്ളൂ അല്ലേ. സോ ചാർജ് മീൻസ് ഇറ്റ് ഈസ് ഓൺലി എ പർട്ടിക്കുലർ പോർഷൻ. സോ ദിസ് ഈസ് ദാറ്റ് ചാർജ്. The charge associated with this Gaussian cylinder is not the entire charge of this infinite line sheet. This is the charge associated with the Gaussian cylinder is actually a circular patch. So cylinder ഇങ്ങനെ പ്രസ് ചെയ്തു, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കുലർ പാച്ച് കിട്ടും. അതാണ് അതിൻ്റെ ആ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചാർജ് മാത്രമേ Q എൻക്ലോസ്ഡ് വരുള്ളൂ. So what is Q? Charge density into area. Into A means a circular patch. അതേ സർക്കുലർ പാച്ച് തന്നെ അത് തന്നെയാണ് ഇത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ സർക്കുലർ പാച്ച്. സോ സിഗ്മ ഇൻറ്റു എ ബൈ എപ്സിലോൺ 0 is equal to 2EA. സോ എയും ക്യാൻസലായി. സോ വാട്ട് ഈസ് E? E is equal to സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു സിലിണ്ടർ വെച്ച് അങ്ങോട്ട് പിയേഴ്സ് ചെയ്തു. കർവ്ഡ് സർഫസിൽ കൂടെ ഇവിടെ ഫ്ലക്സ് ഇല്ല, രണ്ട് സർക്കുലർ ഏരിയയിൽ കൂടെ ഫ്ലക്സ് ഉണ്ട്. സെയിം ഡയറക്ഷൻ ആഡ് ചെയ്തു. ക്യൂ എടുക്കുമ്പോൾ കൺസിഡർ ഓൺലി ദ ചാർജ് ഇൻക്ലൂഡഡ് ഇൻ ദ സിലിണ്ടർ വിച്ച് ഈസ് ആക്ച്വലി എ പോർഷൻ ഓഫ് സർക്കിൾ. ഓക്കെ, എ സ്മോൾ സർക്കുലർ പാച്ച്. സോ ആൻസർ ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ കണ്ടക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. നോക്കുക, ഇങ്ങനൊരു കണ്ടക്ടർ, ഒരു ആർബിട്രറി ഷേപ്ഡ് ഒരു കണ്ടക്ടർ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. ഒരു അലൂമിനിയം ഷീറ്റ്, ഒരു കണ്ടക്ടറാണ്, അലൂമിനിയം ഷീറ്റ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ ഒരു സിലിണ്ടറിനെ ഇറക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ, അതേ ഡയറക്ഷനിൽ തന്നെ ഏരിയ വെക്റ്റർ, ഈ ഡയറക്ഷനിൽ ഏരിയ വെക്റ്റർ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ കർവ്ഡ് സർഫസ് വിൽ ബി 0. സോ എവിടെ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് വരുള്ളൂ? ത്രൂ ദ സർക്കുലർ സർഫസ്. ദാറ്റ് ഈസ് E ഇൻറ്റു A. സോ EA is equal to Q by epsilon 0. What is Q? Sigma into A. So EA is equal to sigma A by epsilon 0. A gets cancelled. So what is electric field at the surface of a conductor? It becomes sigma by epsilon 0. Sigma by epsilon 0. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും, എന്താണ് അന്ത പഴയതുപോലെ ഇവിടെ എടുക്കാത്തത്? ഇത് കണ്ടക്ടറാണ്. ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ ഡോട്ട് എയിൽ ഈ എന്തായി പോവും? 0 ആണ്. സോ ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ്. There is no electric field inside the conductor. So what is the electric field at the surface of conductor? Just take this portion only. So answer is sigma by epsilon 0. Okay. ഇനി നമ്മൾ ഒരു ചെറിയൊരു ഫോർമുല ഇവിടെ പഠിപ്പിക്കുകയാണ്, നോക്കിക്കോളുക. ജസ്റ്റ് നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം. ഇതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ IIT പാർട്ടിൽ ആവശ്യമുള്ളതാണ്. എങ്കിലും നമ്മളിത് PDF ആയിട്ട് ഇതിൻ്റെ ഡെറിവേഷൻസ് തരും. നീറ്റ് ലെവലിൽ ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻസ് ആവശ്യമില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. On the surface of a conductor. Electrostatic pressure and electrostatic force on the surface of a conductor. First one is electrostatic pressure. Formula sigma square
by 2 epsilon 0. Sigma square by 2 epsilon 0. Next one is electrostatic force, pressure into area. Sigma square by 2 epsilon 0 into area of the surface. Electrostatic pressure at the surface of the conductor is sigma square by 2 epsilon 0. And what is electrostatic force? Just multiply the pressure into area of the surface. Clear ആണല്ലോ? ഫോർമുലകൾ വളരെ ക്ലിയർ ആക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ പാരലൽ കണ്ടക്ടിങ് ഷീറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐസോലേറ്റഡ് അല്ല, ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ പ്രസൻസിലാണ് ഇരിക്കുന്നത്. ഐസോലേറ്റഡ് ആയിരുന്നെങ്കിൽ ഒരെണ്ണത്തിൽ ക്യൂ എടുത്താൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്യൂ ബൈ ടു ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത് ഇതിൻ്റെ പ്രസൻസിൽ, ഇത് അതിൻ്റെ പ്രസൻസിൽ, അങ്ങനെ വേണം ചിന്തിക്കാൻ. ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലൊരു Q1 കൊടുത്തു. ഓക്കെ, ഇതിൽ Q1 കൊടുത്താൽ ഇവിടെ തൽക്കാലം എക്സും ഉണ്ടാവും, ഇവിടെ തൽക്കാലം Q1 മൈനസ് എക്സും ഉണ്ടാവും. ആഡ് ചെയ്യുമ്പോൾ മൊത്തം Q1. അതേപോലെ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? Q2 കൊടുത്തു. ഇവിടെ Q2 കൊടുക്കുമ്പോൾ ഇവിടെ തൽക്കാലം വൈയും ഉണ്ടായി, ഇവിടെ തൽക്കാലം Q2 മൈനസ് വൈയും ഉണ്ടായി എന്ന് വിചാരിക്കണം. ഇനി ശ്രദ്ധിച്ചോളുക, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. I am considering a Gaussian surface. I am considering a Gaussian surface like this. ഒരു ഗോസിയൻ സർഫസ് ഞാനിങ്ങനെ കൺസിഡർ ചെയ്തു. ഇങ്ങനെ ഒരു ഗോസിയൻ സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇവിടെ ഇതൊരു സർഫസ്, ഇതൊരു സർഫസ്, ഇതൊരു സർഫസ്, ഇതൊരു സർഫസ്. ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ വെക്റ്റർ ഇങ്ങോട്ട്, ഇതിൻ്റെ ഏരിയ വെക്റ്റർ ഇങ്ങോട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് പോസിറ്റീവ് ആയാലും ഇത് നെഗറ്റീവ് ആയാലും, രണ്ടും പോസിറ്റീവ് ആയാലും രണ്ടും നെഗറ്റീവ് ആയാലും, ദ ഫീൽഡിൻ്റെ ഡയറക്ഷൻ വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഏരിയ വെക്റ്റർ, വിച്ച് മീൻസ് this is surface 1, this is surface 2, and this dotted line is a surface inside the conductor. Markkarudu, this dotted line is a surface inside the conductor because this is a conducting sheet. So we are marking as surface 3 and surface 4. So flux through surface 1 and flux through surface 2 is equal to 0 because electric field lines are perpendicular to the area vector. So what is the net flux? 0. Next surface is phi 3 and phi 4. Phi 3 and phi 4. This is also, both are actually 0 because flux is equal to E dot A. E dot A. But there is no electric field inside the conductor, and surface 3 and surface 4 lies inside the conductor, so there is no flux through phi 1, phi 2, phi 3 and phi 4. So we can write net flux is equal to 0, which means Q enclosed by epsilon 0 is 0. Q enclosed by epsilon 0 is 0. Epsilon 0 into 0, 0, which means Q enclosed is 0. So Q enclosed in the Gaussian surface is 0. What is Q enclosed in the Gaussian surface? This is the Gaussian surface. Inside this Gaussian surface there are two charges. One is x and other is y, which means x plus y is 0. X plus y is 0, which means x is equal to minus y. So charges are distributed in such a manner that the two opposite faces of the conducting sheet, the two opposite faces of the conducting sheet will have same charges in magnitude but will have different signs. Okay, two opposite faces of the conducting sheets will have charges equal in magnitude but opposite in sign. അങ്ങനെ വേണം രണ്ട് കണ്ടക്ടർ പാരലാക്കി വയ്ക്കുമ്പോൾ കാണുമ്പോഴേ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ -3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? So these two are placed in such a position they are not grounded together. These two places are not isolated. One is in the presence of the field of other. So we took a Gaussian surface. Here 1 and 2 area vector perpendicular to electric field. Other two surfaces inside the conductor. No electric field lines in the conductor. So net flux 0, net charge 0, which means the charges on opposite faces are equal in magnitude and opposite in direction. Okay. നമുക്ക് അടുത്ത കോമ്പിനേഷൻ നോക്കാം. ദാ രണ്ട് കണ്ടക്ടിങ് പ്ലേറ്റുകളാണ്.
ഞാൻ ഈ പ്ലേറ്റിൽ തൽക്കാലം Q1 എന്ന ചാർജ് കൊടുത്താൽ ഇവിടെ എക്സ് ഉണ്ടായി, ഇവിടെ എന്ത് വന്നു? Q1 മൈനസ് എക്സ് ഉണ്ടായി. ഇവിടെ എക്സ് ഉണ്ടായാൽ ഇവിടെ മൈനസ് എക്സ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്ത ചാർജ് Q2 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? Q2 പ്ലസ് എക്സ് വരണം. എന്നാലേ ആഡ് ചെയ്താൽ Q2 ആവുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. തൽക്കാലം എന്താ, ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഈ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ബിക്കോസ് ദാറ്റ് പോയിന്റ് ഇസ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഓക്കെ, ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് തരുന്ന ആൾക്കാർ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്. എക്സ് ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്താൽ എക്സിൽ നിന്ന് വരും. സോ ഇങ്ങനെ. സോ ദിസ് ഈസ് E1. സോ E1 ഈസ് ഡ്യൂ ടു എക്സ്. Q1 മൈനസ് എക്സ് ഓർ പോസിറ്റീവ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വരും. സോ ദിസ് ഈസ് E2. ഓക്കെ, അടുത്ത നോക്കുക. ദിസ് ഈസ് മൈനസ് എക്സ് ഈസ് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിലേക്കാണ് ഫീൽഡ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റ് ഞാൻ വിളിച്ചു പി. സോ പിയിൽ 2 ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. E1 ഈസ് ഡ്യൂ ടു എക്സ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. E2 ഈസ് ഡ്യൂ ടു Q1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ്. നെക്സ്റ്റ് ഈസ് മൈനസ് എക്സ്. Minus x, electric field is towards minus x. So this is what? E3. What is E3? Due to minus x. Next is Q2 plus x. That is positive. So positive will നിന്ന് ഇങ്ങോട്ട് വരും. So and another electric field E4. So E1 due to plus x. E2 due to Q1 minus x. E3 due to minus x towards negative charge. E4 due to Q2 plus x away from positive charge. അപ്പോൾ നമുക്ക് ഡയറക്ഷൻസ് നോക്കാം. E2 റൈറ്റ്, E3 റൈറ്റ്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്താൽ റൈറ്റ്. E1 ആൻഡ് E4 ലെഫ്റ്റ്, രണ്ടും ആഡ് ചെയ്താൽ ലെഫ്റ്റ്. ഇത് രണ്ടില്ലാത്തിൻ്റെ 4-ത്തിൻ്റെയും കൂടെ നെറ്റ് വാല്യൂ ആണ് പോയിന്റ് പിയിൽ കിട്ടുന്നത്. അത് 0 ആവണം ബിക്കോസ് P ഈസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ആൻഡ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. ചെക്ക് ചെയ്യാം. 1, 2 റൈറ്റിലേക്കുള്ളത് നോക്കാം. E2 ആൻഡ് E3. Q1 മൈനസ് എക്സ് ബൈ 2 എപ്സിലോൺ സിഗ്മ ബൈ എപ്സിലോൺ ആണ്. സോ വാട്ട് ഈസ് സിഗ്മ? ചാർജ് ബൈ ഏരിയ. ഇവിടുത്തെ ചാർജ് ആരാ? Q1 മൈനസ് എക്സ് ബൈ എ. അപ്പോൾ റൈറ്റ് കിട്ടി E2. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് റൈറ്റ്. ഏതാ? E3. E3 ആര് കാരണോ? മൈനസ് എക്സ് കാരണം. എന്താ ഇക്വേഷൻ? എക്സ് ബൈ 2 എപ്സിലോൺ 0 എ. മൈനസ് എക്സ് എടുക്കരുത്. മൈനസ് എക്സ് എന്ന ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കാണ്, അതുകൊണ്ടാണ് രണ്ടും കൂടെ ആഡ് ചെയ്തത്. അടുത്ത ലെഫ്റ്റിലേക്ക് നോക്കാം. E1 ആര് കാരണം? ഡ്യൂ ടു എക്സ്. അപ്പോൾ എന്താ ഇക്വേഷൻ? എക്സ് ബൈ 2 എപ്സിലോൺ 0 എ പ്ലസ് E4 ആര് കാരണം? Q2 പ്ലസ് എക്സ്. സോ Q2 പ്ലസ് എക്സ് ബൈ 2 എപ്സിലോൺ 0 എ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് രണ്ടും കൂടെ എന്തായി പോയി? ക്യാൻസലായി അല്ലേ? 2 എപ്സിലോൺ 0 എ 2 എപ്സിലോൺ 0 എ ക്യാൻസലായി. അപ്പോൾ എന്ത് കിട്ടി? Q1 മൈനസ് എക്സ് ഈക്വൽ ടു Q2 പ്ലസ് എക്സ്. Q1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു Q2 പ്ലസ് എക്സ് അല്ലേ? അപ്പോൾ Q1 മൈനസ് Q2 ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. വാട്ട്സ് ദ വാല്യൂ ഓഫ് എക്സ്? Q1 മൈനസ് Q2 ബൈ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി എത്രയാ? Q1 മൈനസ് Q2 ബൈ 2. മറക്കണ്ട, എക്സിൻ്റെ വാല്യൂ കിട്ടി Q1 മൈനസ് Q2 ബൈ 2. നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കണ്ടക്ടർ നമ്മൾ എടുത്തിരുന്നു. ഇവിടെ എന്താ കൊടുത്തത്? Q1. സോ ഈ ചാർജ് നമ്മൾ എന്ത് കൊടുത്തു? Q1 കൊടുത്തു. അപ്പോൾ ഇവിടെ Q1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ Q1 കൊടുത്തു, ഇവിടെ എന്താകുന്നു? എക്സും മൈനസ് എക്സും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് എക്സ്? Q1 മൈനസ് Q2 ബൈ 2. അപ്പോൾ ഇവിടെ ആരാ? മൈനസ് എക്സ്. മൈനസ് ഓഫ് Q1 മൈനസ് Q2 ബൈ 2. ദിസ് ഈസ് മൈനസ് ഓഫ് Q1 മൈനസ് Q2 ബൈ 2. ഇവിടെ എന്താ? Q1 മൈനസ് എക്സ്. Q1 മൈനസ് വാട്ട് ഈസ് എക്സ്? Q1 മൈനസ് Q2 by 2. LCM 2Q1 minus Q1 plus Q2 by 2. So this becomes Q1 plus Q2 by 2. So ഈ പ്ലേറ്റ്
ഇവിടെ കിട്ടി എത്രയാ Q1 മൈനസ് Q2/2. ഇവിടെ എത്രയാ Q1 പ്ലസ് Q2/2. ഇനി ലാസ്റ്റ് ഇത് മാത്രമാണ് കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത്. ഇതെന്തായിരുന്നു Q2 പ്ലസ് എക്സ് ആയിരുന്നു. Q2 പ്ലസ് എക്സ് ആണ്. നമുക്ക് നോക്കാം. Q2 പ്ലസ് എക്സ്. വാട്ട് ഇസ് എക്സ്? Q1 minus Q2/2. So this becomes 2Q2 minus Q2. That is Q2 plus Q1/2. Q2 plus Q1/2. അപ്പോൾ എല്ലാത്തിൻ്റെ സർഫസ് കിട്ടി. Q1 ഇവിടെ കൊടുത്താൽ ഇന്നർ സർഫസുകളിലെ ഫോർമുല Q1 മൈനസ് Q2/2. ഒന്ന് പ്ലസും മറ്റൊന്ന് മൈനസ്. ഔട്ടറിൽ ഉണ്ടാകുന്ന ഫോർമുല Q1 പ്ലസ് Q2/2. Q1 പ്ലസ് Q2/2. ഓക്കെ ആണല്ലോ.